അവൾ വളരെ ദൂരത്ത് നിന്ന് മണിക്കൂറുകൾ ചെലവഴിച്ച് അവളുടെ മനസ്സിൽ അവളുടെ സ്തോത്രം മുൻഗണന വീട്ടിലിരിക്കുന്നതല്ല, കൊച്ചിനെ നോക്കുന്നതല്ല, സ്തോത്രം ഹല്ലേലൂയ, കൊച്ചിനെ നോക്കുന്നതല്ല, വിഷയമല്ല, ഭൂതമല്ല. സഭായോഗത്തിന് വിടാതിരിക്കാൻ വേണ്ടി ആരെങ്കിലും ഭൂതം കയറി അവിടെ ഇരിക്കും. അവർക്ക് കാവലിരുന്നാൽ ആയുഷ്കാലം മുഴുവൻ നീ അവിടെ ഇരിക്കും. അവള് തീരുമാനിച്ചു യേശുവിൻ്റെ അടുക്കൽ പോകാം. മുൻഗണന എന്തിനു കൊടുക്കുന്നോ അവിടെ നിന്ന് വിടുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് പറയുന്നു, 1000 വിഷയങ്ങൾ അവിടെ കണ്ടേക്കാം. വരാതിരിക്കാൻ, പോകാതിരിക്കാൻ, ഇത്രയും ദൂരം ചെല്ലാതിരിക്കാൻ, യേശുവിനെ കാണാതിരിക്കാൻ, യേശു മറഞ്ഞിരിക്കുന്നവനെ പുറത്തു വരുത്താതിരിക്കാൻ 1000 വിഷയങ്ങൾ പിശാചും ഭൂതവും കൂടി അവിടെ ഉണ്ടാക്കിയേക്കാം. അതും പൊന്നിപ്പൊതിഞ്ഞവിടെ ഇരുന്നാൽ എന്നും ഒരുപോലെ ഇരിക്കാം. സ്തോത്രം. ചിലപ്പോൾ കൊച്ചിലായിരിക്കുകയല്ല, ചിലപ്പോൾ ആരെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ അടുത്ത വീട്ടിലെ നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളായിരിക്കും. ഇവിടെ ആരൊക്കെ വരുന്നുണ്ട്, ഇവരെവിടെ യോഗത്തിന് പോകുന്നത്, അവർക്കാ ഭൂതം. സ്തോത്രം. കൊച്ചിനല്ല, ഇവിടെ വന്നത് കൃത്യസമയത്താണ്. ദൈവം നിങ്ങളെവിടെ എത്തിച്ചതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കിനി അവൻ മറഞ്ഞിരിക്കില്ല. നീ എന്ത് വിട്ടിട്ടാണ് വന്നത്, നീ എന്ത് വില കൊടുത്തിട്ടാണ് വന്നത്, നീ നിന്റെ ഭാരം ആരെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്, നീ എന്തുറപ്പിലാണ് വരുന്നത്, നീ എന്തിനാണ് മുൻതൂക്കം കൊടുത്തത്, നിന്റെ പ്രയോറിറ്റി എന്താണ്, ഇത് മുഴുവൻ അറിയുന്നവന് ഇനി അകത്ത് മറഞ്ഞിരിക്കാൻ പറ്റുമോ? ഇനി മറഞ്ഞിരിക്കാൻ പറ്റുമോ? നിന്റെ മനസ്സറിയുന്ന ദൈവം, നിന്റെ കുടുംബ പശ്ചാത്തലം അറിയുന്ന ദൈവം, നീ ആരെയൊക്കെ പേടിച്ചാണ് ആരും അറിയാതെ ഇവിടെ വന്നതെന്നറിയുന്ന ദൈവം, നീ ആരെയൊക്കെ തള്ളി മാറ്റിയിട്ടുകൊണ്ടാണ് യേശുവിനെ കാണാൻ വന്നതെന്ന് അറിയുന്ന ദൈവം, ആ ദൈവത്തിന് നിന്റെ മുമ്പിൽ ഇനി മറഞ്ഞിരിക്കാൻ പറ്റുമോ? എന്റെ ദൈവം നിന്നോട് ചോദിക്കുന്നു, എനിക്ക് ഇത്രയും ത്യാഗം സഹിക്കുന്ന, ഇത്രയും വേദന സഹിക്കുന്ന, ഇത്രയും ഹല്ലേലൂയ നൊമ്പരപ്പെടുന്ന, ഇത്രയും ഭാരപ്പെടുന്ന നിന്റെ മുമ്പിൽ ഇനി എനിക്ക് മറഞ്ഞിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, സ്തോത്ര ഹല്ലേലൂയ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഈ സഭയ്ക്കകത്ത് കുഞ്ഞാടിനെ വെളിപ്പെടുത്തുന്നത്, ഞാൻ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവരും ഒരുപോലെ കണ്ടുകൊണ്ട് പറയാം, കുഞ്ഞാടിനെ വെളിപ്പെടുത്തുന്നത് ഇവിടുത്തെ പാട്ടുകാരല്ല, ഇവിടുത്തെ പ്രഭാഷകരല്ല, ഇവിടുത്തെ സംഘാടകരല്ല, ഇവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരല്ല, ഇവിടുത്തെ വോളണ്ടിയേഴ്സ് അല്ല. പിന്നെ ആരാണ് ഇവിടെ കുഞ്ഞാടിനെ വെളിപ്പെടുത്തുന്നത്? യേശു ഇവിടെ വന്നത് ഇതുപോലെ വില കൊടുത്ത് ഇവിടെ വരുന്ന ചിലരുണ്ട്. പ്രശ്നങ്ങളെ തള്ളി മാറ്റിക്കൊണ്ട്, പ്രതിയോഗിയെ തള്ളി മാറ്റിക്കൊണ്ട് പോണെങ്കിൽ എസ്തർ പറഞ്ഞതുപോലെ മരിക്കണമെങ്കിൽ മരിക്കട്ടെ. ആരെന്തും പറയണമെങ്കിൽ പറയട്ടെ, അവര് പോയി പറഞ്ഞു കൊടുക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കട്ടെ. അതൊക്കെ അറിഞ്ഞോണ്ട് വില കൊടുത്ത് വന്നവൻ വരുമ്പോൾ യേശുക്രിസ്തുവിന് ഒരു തരം VIP ചമഞ്ഞകത്തിരിക്കാൻ പറ്റുമോ? സ്തോത്രം ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നു, നിങ്ങൾ കർത്താവിനെ മറച്ചു വെക്കുന്നവരാകരുത്, നിങ്ങൾ കർത്താവിനെ പുറത്തു കൊണ്ടുവരുന്നവരാകണം. ഇന്നത്തെ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ കാര്യം പിടികിട്ടുന്നുണ്ടല്ലോ. നീ തകരുമ്പോൾ യേശു മറഞ്ഞിരിക്കില്ല. നീ ദീർഘദൂരം നിന്റെ കുഞ്ഞിനെ സ്തോത്രം ആരെ ഏൽപ്പിച്ചെന്ന് എനിക്കറിയില്ല. സ്തോത്രം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ ചോദിക്കാൻ വേണ്ടി എൻ്റെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സ്തോത്രം. ഇതുപോലത്തെ കുറേ പേര് ചുമ്മാ പറയുന്നതല്ല, വേദപുസ്തകം വായിക്കുമ്പോൾ നിനക്ക് പേടിയില്ലായിരുന്നോ? ആളുകൾ എന്തെങ്കിലും പറയും, നിന്റെ മതം നിന്നോടൊന്നും പറയൂലേ, നിന്റെ ആചാര്യന്മാർ മറ്റവരൊന്നും പറയല്ലേ? ഇതൊന്നും അവക്കിപ്പോൾ വിഷയമല്ല. ഒക്കെ യേശുവിനെ സ്തോത്രം വെളിപ്പെടുത്തണം. എൻ്റെ വീട്ടുകാർ വല്ലതും പറയും, ആങ്ങളെ വല്ലതും പറയുമെന്ന് എനിക്ക് വിഷയമല്ല. ഞാനതൊക്കെ രണ്ടാം കാര്യമാക്കി. എൻ്റെ പ്രയോറിറ്റി യേശുവിനെ കാണുക എന്നുള്ള. 1-2 പേരുടെ വേഗത്തിൽ പറയാം. സ്തോത്രം. 1-2 പേരുടെ വേഗത്തിൽ പറയാം. അവിടെ വന്ന് കർത്താവിൻ്റെ കൂടെ എങ്ങനെ നടക്കുക. ഞാനിങ്ങനെ പറയാം, മകൾക്ക് വേണ്ടി എത്ര ദൂരം നടക്കാനും എന്തും പുറത്തേക്ക് തള്ളി മാറ്റിയിടാനും
കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറേ നാളായിട്ട് ഇതുപോലെ അലഞ്ഞു നടക്കുന്ന ഏതെങ്കിലും അമ്മമാരോ അപ്പന്മാരോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവം പറയുന്നത്, നിങ്ങളുടെ ആയുസ്സിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ മകളുടെ പ്രായത്തിലായിരുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്ക്, അപ്പനും ചിന്തിക്ക്, അമ്മയും ചിന്തിക്ക്, അന്ന് ഈ വക പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. സ്തോത്രം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമൊന്നും വന്നില്ല. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ചേർത്ത് നിർത്തി, നിങ്ങളെ കരുതി. പക്ഷെ നിങ്ങളുടെ മോളുടെ വിഷയം വന്നപ്പോൾ, മോൻ്റെ വിഷയം വന്നപ്പോൾ നിങ്ങൾ തകർന്നു. നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ഓടുന്നേ, നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ഈ ത്യാഗം സഹിക്കുന്നേ. ഞാൻ ഈ അമ്മയെ ഇന്നലെ രാത്രി മുതൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയോ പ്രാവശ്യം ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഈ ഭാഗം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രി സന്ധ്യയോടെ കൂടി സ്തോത്രം ഞാൻ മറ്റൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഞാൻ ഒരുങ്ങിയിരുന്ന്, ഇന്നത്തേക്ക് സഭായോഗത്തിന് ഒട്ടും സമയമില്ലാത്ത ദിവസങ്ങളാണ്. ഇപ്പം സഭായോഗത്തിന് ഇവിടെ വന്നിട്ട് വായിച്ച് ധ്യാനിക്കാൻ സമയം കിട്ടിയാൽ ഞാൻ വന്നപ്പോൾ തന്നെ രാത്രി 12-1 മണിയായി. രാവിലെ 5 മണിക്ക് 6 മണിക്ക് പവർ സ്റ്റേഷനിൽ പോകണം. അവിടെ പോയിട്ട് പിന്നെ തിരിച്ചു പിന്നെ ഇവിടെ കയറി. എപ്പോഴാണ് ഇതിനൊക്കെ ധ്യാനിക്കാൻ സമയം കിട്ടുന്നത്? വൈകുന്നേരം ഒരു വാക്യെങ്കിലും നോക്കി വെക്കാന്നപ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് പറഞ്ഞു, ഇന്ന് എൻ്റെ സഭയിൽ പറയാനുള്ളത് ഈ അമ്മയെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞു, ഈ അമ്മയെക്കുറിച്ച് എന്തോരം പറഞ്ഞതാ, എന്നും ഈ അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ അവരെന്തോ വിചാരിക്കും. ഇന്ന് വരെ പറയാത്തത് ഇന്ന് വരുന്ന അമ്മമാരോടും അപ്പന്മാരോടും പറയണം. അതപ്പം ഞാൻ പറയുന്നേ. സ്തോത്രം. ഈ അമ്മ വിവാഹം കഴിച്ചപ്പോൾ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഈ മോളുടെ പ്രായത്തിൽ ഈ അമ്മ പുലിക്കുട്ടിയെ പോലെ നടന്നതാ. പക്ഷെ ഇന്ന് അവൾ ഒതുങ്ങിപ്പോയി. അവക്ക് വേണ്ടി പട്ടണങ്ങൾ താണ്ടി യേശുവിനെ കാണാൻ വേണ്ടി വന്ന അമ്മയെ. രണ്ടാമത് ആ വാക്കുകൾ വായിക്കുമ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സ്തോത്രം. വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അവിടെ എഴുതിയിരിക്കുന്ന മത്തായിയിൽ, അവൾ പിറകെ നടന്ന് നിലവിളിച്ചെന്ന്. ആർക്ക് വേണ്ടി? അവൾ പറയും, എൻ്റെ അച്ഛൻ എന്നെ കരയിപ്പിക്കാൻ വിട്ടിട്ടില്ല, എൻ്റെ അപ്പൻ ആരുടെ മുമ്പിൽ കരയാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ നടന്ന് കരയുന്നെങ്കിൽ മോളോട് പറയണം, നിനക്ക് വേണ്ടിയിട്ടാ, നിനക്ക് വേണ്ടിയിട്ടാ. 10-12 പുരുഷന്മാർ അധികായന്മാർ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ചെന്ന് പരിസരം മറഞ്ഞ് നിലവിളിക്കണമെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാ? തലമുറയ്ക്ക് വേണ്ടി കരയവള് പരസ്യ സ്ഥലത്ത് ആളുകളെ നോക്കാതെ നിലവിളിച്ച് പുറകെ നടന്ന് നിലവിളിക്കുക. സ്തോത്രം. നിലവിളിക്കുക. മൂന്നാമത്തത് മത്തായി എഴുതിയില്ല, മർക്കോസ് പിന്നെ നിങ്ങൾ വായിച്ച അവിടെ എഴുതിയിരിക്കുന്നു, യേശു ഒന്നും മിണ്ടിയില്ല. ശിഷ്യന്മാർ എന്നിട്ട് പറഞ്ഞു, അവൾ കുറേ നേരമായി നടക്കുന്നത്, യേശു ഒന്നും മിണ്ടിയില്ല. മിണ്ടാതിരുന്ന സമയത്ത് ഇവള് ചെന്നിട്ട് വീണ്ടും അവിടെ എഴുതി, വീണ്ടും ഇന്ന് ഞാൻ ബോക്സ് വരച്ചിട്ടിരിക്കുക. 24-ാമത്തെ വാക്യം, ഇസ്രായേൽ ഗൃഹത്തിൽ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്ക് ഞാൻ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ മത്തായി, എന്നാൽ അവൾ വന്ന്, മതി നോക്കി പതുക്കെ വായിച്ചു വിടും, എന്താ നമുക്ക് പിടികിട്ടുള്ളൂ. സ്തോത്രം. എന്താ എഴുതിയിരിക്കുന്നത്? എന്നാൽ അവൾ വന്ന്. മിക്കവാറും ആ വാക്ക് അവളെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാ. എന്താ പറഞ്ഞേ? കർത്താവേ എന്നെ സഹായിക്കണമേ. സ്തോത്രം. അല്ല, സ്തോത്രം. നോക്കി, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കല്ലാതെ ആടുകളുടെ അടുക്കലേക്ക് ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് മതി അടുത്ത ഓട്ടോ വിളിച്ച് അവൾ വീട്ടിൽ പോകാൻ. പക്ഷെ അന്നേരം എന്താ എഴുതിയിരിക്കുന്നത്? എന്നാൽ അവൾ വന്ന്. കേട്ടോ, എന്താ എഴുതിയിരിക്കുന്നത്? അവൾ വന്ന് പോകാൻ വേണ്ടി പറഞ്ഞതാ. ചില ആൾക്കാരോട് പോകാൻ വേണ്ടി നമ്മൾ പറയും, ഞാൻ മിക്കവാറും പറയും, സ്തോത്രം, വന്നിട്ട് പോവുകയല്ല. അപ്പോൾ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് പൗരുഷം വരെ പോകണം. എന്തിനാ അങ്ങനെ പറഞ്ഞേ? പോകാൻ വേണ്ടി പറഞ്ഞ്. ഇതെല്ലാം പഠിച്ചോളൂ. സ്തോത്രം. കേട്ടെ? സ്തോത്രം. ഇത് യേശു എന്തിനു പറഞ്ഞ? ശിഷ്യന്മാർ എന്നിട്ട് പറഞ്ഞു, കുറേ നേരമായിട്ട് നടക്കുന്ന ഒരാൾ പുറകെ നടക്കുന്ന എൻ്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിട്. അപ്പം യേശു ഇതുവരെ കാണാത്തൊരു യേശുവിനെ അന്നേരം നമ്മൾ കാണുക, ഒരിക്കലും കാണുക. കാരണം ചിലപ്പോൾ സ്വഭാവം അങ്ങ് മാറിക്കളയുക. അപ്പോൾ യേശു ഇതുവരെ മനുഷ്യരെ കാണാത്തോടെ സംസാരിക്കുക. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്കാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നാ? അടുത്ത ഓട്ടോയ്ക്ക് പോകാൻ നോക്ക്, അതല്ലേ എൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ എന്താ ചെയ്തേ?
അവിടെ നിന്ന്. അവളെന്താ ചെയ്തേ? അവൾ വന്നു. യേശു പോകാൻ വേണ്ടി ചെയ്തപ്പോൾ അവൾ വന്നു. ആദ്യത്തെ വാക്യത്തിൽ അവൾ വന്നതാണ്, പോകാൻ വേണ്ടി. പിന്നെ എന്ത് ചെയ്യുക? വന്നു. വന്നിട്ട് അവിടെ എഴുതിയിട്ടില്ല, മർക്കോസ് എഴുതിയിട്ടുണ്ട്, അവൾ വന്നിട്ട് കാലക്കലേക്ക് വീണു. പരസ്യ സ്ഥലത്ത്, ഇതുപോലത്തെ റോട്ടിൽ ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് അവൾ കാലെ വീഴ്. ആർക്ക് വേണ്ടിയേ വീഴുന്നേ? അവിടെ ചോദിച്ചാൽ പറയും, ഞാൻ അവിടെ പേഴ്സണലി ചോദിച്ചാൽ പറയും, എൻ്റെ ആയുസ്സിൽ ഞാൻ ആരുടെയും കാൽക്കൽ എനിക്ക് വേണ്ടി വീണിട്ടില്ല, വീഴാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ അപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ ആരുടെയും കാൽക്ക് വീഴിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്ന കാലത്ത് ആരുടെയും കാൽക്ക് വീഴിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ കാലെ വീണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടല്ല, നിലവിട്ട് സ്ഥിതി വിട്ട് ഇന്ന് വരെ എനിക്ക് വേണ്ടി ചെയ്യാത്തത് ഞാൻ അവൾക്ക് വേണ്ടി ചെയ്യുക, എൻ്റെ മോന് വേണ്ടി ചെയ്യുക, എൻ്റെ മോക്ക് വേണ്ടി ചെയ്യുക. സ്തോത്രം. പരസ്യ സ്ഥലത്ത് പോയി കാലെ പിടിച്ചു. കാലെ പിടിച്ചിട്ടും യേശു കട്ടിയാവുക. കാലെ കെട്ടിപ്പിടിച്ചൊരു സ്ത്രീ പരസ്യ സ്ഥലത്ത് കാലെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ കരുണയില്ലാത്തവനെ പോലെ യേശു പറയുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയില്ല. അതിനർത്ഥം അവൾ നാണം കെട്ടു. നാണം കെട്ടു. ആർക്ക് വേണ്ടിയാ നാണം കെടുന്നേ? സ്തോത്രം. നാണം കെടുന്നേ. നിങ്ങൾ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇപ്പം ആർക്ക് വേണ്ടിയിട്ടാ കടക്കാടം പണയപ്പെടുത്തുന്നേ? അതുകൊണ്ട് നിങ്ങൾ വിദ്യാഭ്യാസ ലോൺ എടുക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ തുണി വിരിച്ച് കാശ് മേടിച്ചാണോ കഴിഞ്ഞേ? അല്ല. ഒരുമാതിരി നല്ല കളിയാണൊക്കെ നടന്നില്ലേ? ഒരുമാതിരി കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നടന്നില്ലേ? ജോലിയുള്ളവരുണ്ടായിരുന്നില്ലേ? പക്ഷെ ഇപ്പോൾ ഈ കാലയിൽ വീഴുന്നതും ഈ അപമാനിക്കപ്പെടുന്നതും ഇത് മുഴുവൻ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ പിള്ളേരിത് കേട്ടായിരുന്നെങ്കിൽ, ഈ ഓൺലൈനിലൊക്കെ കേൾക്കുന്ന കുടുംബത്തിലെ സന്തതികളിത് കേട്ടായിരുന്നെങ്കിൽ, മക്കളിത് കേട്ടായിരുന്നെങ്കിൽ, മക്കൾക്ക് വേണ്ടി നാണം കിടന്നൊരമ്മയത് കാൽക്കൽ പോയി വീഴുക. കിലോമീറ്ററുകൾ പ്രാർത്ഥനയ്ക്കെന്നും പറഞ്ഞ് നടക്കുക. എല്ലാ എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വരുന്ന എല്ലാ അമ്മമാരെ നോക്കി, അവർക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് ഏതാണ്ടൊക്കെ രോഗമുണ്ട്. അവർ പറഞ്ഞു അതൊന്നും സാരമല്ല പാസ്റ്ററെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരവരുടെ നൊമ്പരങ്ങൾ മറക്കുക, അവരുടെ ഭാരങ്ങൾ മറക്കുക. അവരുടെ കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. നാണം കെട്ടു. സ്തോത്രം. തള്ളപ്പെട്ടു, കാൽക്കൽ വീണു, ഇതെല്ലാം കഴിഞ്ഞു. അവസാനം നമ്മൾ വായിച്ച വാക്യം വായിച്ചാൽ നിങ്ങളുടെ സന്തോഷത്തോടെ പറഞ്ഞു വിടുക, നിങ്ങളുടെ നാണംകടൽ, ഞാൻ ആ വാക്കുപയോഗിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഈ ദിവസങ്ങളൊക്കെ പിടിച്ചു നിൽക്കാൻ, നിങ്ങളുടെ കയ്യിൽ നന്മ പോകാതിരിപ്പാൻ, നിങ്ങളുടെ ഭർത്താവും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടാതിരിപ്പാൻ, നിങ്ങൾ നാണം കിടന്നത് മറ്റാരും അറിയുന്നില്ലെങ്കിലും സ്വർഗം അറിയുന്നുണ്ട്. അവന് മറഞ്ഞിരിക്കാൻ പറ്റില്ല. നിന്റെ മുമ്പിൽ ഇനി യേശുവിന് മറഞ്ഞിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഈ ഓൺലൈനിൽ ആരൊക്കെയുണ്ട് അവർക്ക് വേണ്ടി പങ്കുവയ്ക്കുക. സ്തോത്രം. കഴിഞ്ഞ രാത്രി മുതൽ ഈ ദൂത് ഞാൻ ധ്യാനിച്ചും വായനും സമയം കിട്ടിയില്ല. പക്ഷെ ഇതെൻ്റെ ഉള്ളിൽ കരസം എന്തോരം കരഞ്ഞെന്ന് എനിക്കറിയില്ല. നിങ്ങളെ ആരെയും ഓർത്തോണ്ടല്ല, യേശുവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുതൽ. ഓരോ ഭാഗം വായിക്കുമ്പോൾ യേശു ആരാന്നറിയുമ്പോൾ, കരയുന്നവർക്ക് വേണ്ടി യേശു എന്ത് ചെയ്യുന്നറിയുമ്പോൾ, ദൂരത്തുനിന്ന് ദൈവത്തെ തേടി വരുന്നവർക്ക് വേണ്ടി യേശു എന്ത് ചെയ്യുന്നറിയുമ്പോൾ, കർത്താവിന് വേണ്ടി സ്തോത്രം തലമുറയ്ക്ക് വേണ്ടി നാണം കെടുന്നവർക്ക് വേണ്ടി യേശു എന്ത് ചെയ്യുന്നറിയുമ്പോൾ, കരയാതിരിക്കാൻ തക്കവണ്ണം കട്ടിയുള്ള ഹൃദയമുള്ളവനല്ല ഞാൻ. അവസാനം നമ്മൾ വായിച്ച വാക്യം, ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവസാനം എഴുതിയിരിക്കുന്ന വാക്യതാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. സ്തോത്രം. നിന്റെ വിശ്വാസം വലിയത്. എൻ്റെ അർത്ഥം എന്താ? നിന്റെ അകത്ത് ചരിത്രത്തിൽ നിന്റെ വീട്ടുകാരിൽ നിന്റെ വെല്ലിപ്പച്ചൻ്റെ കാലം മുതൽ
നിന്റെ വീട്ടുകാർ ഉപദേശിയായിരുന്നിരിക്കും, മധുബായിൽ ശുശ്രൂഷിച്ചവരായിരുന്നിരിക്കും, ചിലപ്പോൾ സുവിശേഷ വേലക്കാരായിരിക്കും. എന്നാൽ അവരുടെ ആരുടെ അകത്തില്ലാത്ത ഏതോ വിശ്വാസം നിന്റെ അകത്ത് ദൈവം കണ്ടു. അത് പുറത്തു വരുന്നത് വരെ നിന്നെ ഇരുമ്പിട്ട് പഴിപ്പിക്കുന്നത് പോലെ, തീക്കകത്ത് കൊല്ലന്റെ ആലക്കകത്ത് തട്ടാന്റെ ശത്രുമിത്തീക്കകത്ത് സ്വർണം പഴിപ്പിക്കുന്നത് പോലെ നിന്റെ അകത്ത്, നിന്റെ ജാതിയിൽ ആർക്കുമില്ലാത്ത, നിന്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത, നിന്റെ വീട്ടുകാരിൽ ആർക്കുമില്ലാത്ത അസാധാരണ വിശ്വാസം, ഇസ്രായേൽ ഗ്രഹത്തിൽ ആർക്കുമില്ലാത്ത വിശ്വാസം നിന്റെ അകത്തുള്ളത് സ്വർഗം കണ്ടു. ഹല്ലേലൂയ. നീ ഇങ്ങ് വന്ന വഴി നിനക്ക് വിടുതൽ തന്നായിരുന്നെങ്കിൽ ഈ വിശ്വാസം പുറത്തു വരില്ലായിരുന്നു, ഇത് പുറത്തു വരില്ലായിരുന്നു. ഇവിടെ വില നിന്റെ കണ്ണീരിനല്ല, ഇവിടെ വില നിന്റെ ചെരുപ്പ് തേഞ്ഞതിനല്ല, ഇവിടെ വില നീ ടാക്സി കൂലി കൊടുത്തതിനല്ല, ഇവിടെ വില നിന്റെ വിശ്വാസത്തിനാണ്. വിശ്വാസത്തിന്റെ പരിശോധന പൊന്നിനേക്കാൾ വലുതാണ്. ആ വിശ്വാസം, ആ വിലയേറിയ വിശ്വാസം, ആ അതിവിശുദ്ധ വിശ്വാസം, ഇത്ര വലിയ വിശ്വാസം. പണങ്ങൊന്നറിയില്ല, ഓൺലൈൻകാർ ആരെങ്കിലും അത് മാത്രം കട്ട് ചെയ്തിട്ടിട്ട് എന്നെ ക്രൂശിക്കുമെന്നറിയില്ല. എങ്കിലും എന്നോട് കർത്താവ് പറഞ്ഞത് പറയുക, യേശു പറഞ്ഞു, ഞാൻ ക്രൂരനൊന്നും അല്ലടാ, ഞാൻ അഭിനയിച്ചതല്ലേ. എത്രയോ പ്രാവശ്യം യേശു എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു അഭിനയിച്ചില്ലേ? സ്തോത്രം. എത്രയോ പ്രാവശ്യം. ഞാൻ ക്രൂരനൊന്നുമല്ല. ഈ വിശ്വാസം പുറത്തു വരാൻ ഞാൻ അഭിനയിച്ചതാണ്. എനിക്കിനി മറഞ്ഞിരിക്കാൻ കഴിയില്ല, എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് വായിച്ചു നിർത്തുമ്പോൾ ഞാൻ പണ്ട് മിസ്രയീമിൽ ഫറവോന്റെ 2ാം രഥത്തിൽ കയറി 2ാം സിംഹാസനത്തിൽ അധികാരിയായിരിക്കുന്ന യോസേപ്പിനെ ഓർത്തുപോയി. യോസേപ്പിനെ കുറിച്ച് ഉൽപ്പത്തിയിൽ എഴുതിയിട്ടുണ്ട്. സഹോദരന്മാരെയൊക്കെ നിരനിരയായിട്ടിരുത്തുന്നവരെയും യോസേപ്പ് അഭിനയിച്ചു. വായിച്ചിട്ടില്ലേ നിങ്ങൾ? അഭിനയിച്ചു. യേശുവിനെ കുറിച്ചല്ലേ അറിയാത്തേ, യോസേപ്പിനെ കുറിച്ച് അറിയാലോ. നമ്മുടെ പ്രശ്നം അതാണ്, യേശുവിനെ കുറിച്ച് അറിയില്ല. യോസേപ്പിനെ കുറിച്ച് ഇപ്പം ഞാൻ പ്രസംഗിക്കാം, ഭാഷ നിർത്താൻ പറയും, കാരണം അത് നമുക്കറിയാം. ഇപ്പം നമുക്കറിയാലോ യോസേപ്പിനെ. നിങ്ങൾക്കറിയാം, യോസേപ്പ് അഭിനയിക്കുക. ഓരോരുത്തരെ, ചേട്ടൻ മുതൽ അനിയൻ വരെ ഓരോരുത്തർ. അപ്പോൾ അവർ പറഞ്ഞു കേട്ടോ, ഇത്ര കൃത്യമായിട്ട് ഇരുത്തിയല്ലോ. ലാസ്റ്റ് ഇരുത്തിക്കഴിഞ്ഞ് ഓരോരുത്തരുടെ കാര്യങ്ങൾ ചോദിച്ചു. ബെന്യാമിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോൾ യോസേപ്പ് പറയുന്നു, ഇനി എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. പെട്ടെന്ന് യോസേപ്പിൻ്റെ മുഖം ചുമന്നു, മുഖം മാറി. അവൻ കരയാൻ വേണ്ടി ഒരു സ്ഥലം തപ്പി നടന്നു. ഒരറയിൽ പോയി കിടന്ന് മുഖം പൊത്തി കരഞ്ഞു. തിരിച്ചു വന്നിട്ട് ചേട്ടൻ മുതൽ അനിയൻ വരെ ഓരോരുത്തരെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരനാ ഞാൻ. സ്വർഗം എന്നോട് പറഞ്ഞു നിർത്താൻ പറയുന്നു, നീ അധികം പ്രസംഗിക്കണ്ടെന്ന് പറയുന്നു. സ്തോത്രം. ഇനി യേശുവിന് അഭിനയിക്കാൻ പറ്റില്ല, ഇനി യോസേപ്പിന് അഭിനയിക്കാൻ പറ്റില്ല. നിന്റെ പിടി വിട്ടുപോകുക. നിന്റെ കണ്ണീര് കണ്ട്, നിന്റെ കരച്ചിൽ കണ്ട്, നിന്റെ നൊമ്പരം കണ്ട്, നിന്റെ കാൽക്കലുള്ള വീഴ്ച കണ്ട്, നിന്റെ ഉപവാസം കണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊക്കോളാൻ പറഞ്ഞ നാണം കെടുത്തിയിട്ടും പോകാതെ പിന്നെ നീ ചരഞ്ഞ് നിന്ന് കരയെന്ന് കണ്ടിട്ട് യേശുവിന് ഇനി മറഞ്ഞിരിക്കാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇത് വിശ്വസിച്ചുകൊണ്ട് പോ. ഇനി കർത്താവിന് മറഞ്ഞിരിക്കാൻ പറ്റില്ല. എൻ്റെ മുമ്പിൽ, എൻ്റെ വിഷയത്തിൻ്റെ മുമ്പിൽ, എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ യേശു പറഞ്ഞു, പൊക്കോ, നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് നടക്കട്ടെ. എഴുന്നേറ്റ് നിൽക്കാം. ഇന്നിവിടെ വന്ന് എല്ലാവരോടും പറയുന്നു, നീ തീവ്രമായ വേദനയെന്നാണ് വന്നത്. ഞാൻ തമാശ പറഞ്ഞു വിടുവല്ല, ഞാൻ കരഞ്ഞുകൊണ്ടത് പറയുന്നേ. നിന്നെ കർത്താവ് മറന്നതല്ല, ഉപേക്ഷിച്ചതല്ല. നിൻ്റെ ഏറ്റവും വലിയ വിശ്വാസം പുറത്തു വരാൻ ഞാനൊന്ന് മറഞ്ഞിരുന്നേ ഉള്ളൂ. ഇനി എനിക്ക് മറഞ്ഞിരിക്കാൻ പറ്റില്ല.